നിരാലംബരായവർക്ക് കൈത്താങ്ങായി ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പ്രതിമാസ ധനസഹായ വിതരണ പദ്ധതിക്ക് തുടക്കമായെന്ന് ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു. കഷ്ടത അനുഭവിക്കുന്നവർക്ക് പെൻഷന് സമമായി ധനസഹായം കൃത്യമായി മാസം തോറും ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരാലംബരായവർക്ക് പെൻഷന് സമമായി മാസാമാസം കൃത്യമായി ധനസഹായം എത്തിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതായി കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു. കൂട്ടായ്മ കുറെ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പറഞ്ഞ കുടുംബങ്ങളെ സഹായിക്കുവാൻ 5000, 6000, 4000 ആ വീടിന്റെ ആവശ്യം മനസ്സിലാക്കി അവരുടെ വീടുകളിൽ പൈസയും സാധനങ്ങളും എത്തിക്കുന്ന ഒരു പദ്ധതി. കാരിച്ചാൽ അച്ചമുക്കിനടുത്തുള്ള ഒരു കുടുംബം, 2 കുഞ്ഞുങ്ങൾ, അമ്മ ക്യാൻസർ വന്ന് മരിച്ചുപോയി, അമ്മൂമ്മയും തൊണ്ടയ്ക്ക് ക്യാൻസറാണ്. അച്ഛൻ വേണ്ടത്ര വിധത്തിലുള്ള ഒരു കുടുംബത്തിനോടുള്ള ഒരു സഹകരണമില്ല. അങ്ങനെ മദ്യപാനിയാണ്. അങ്ങനെ വരുമ്പോഴാണല്ലോ നമുക്ക് ഇടപെടേണ്ടി വരുന്നത്. അച്ഛൻ മദ്യപാനിയാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ എന്ത് കഴിച്ചു, ശരിക്കും പറഞ്ഞാൽ നല്ല മിടുക്കലായിട്ടുള്ള 2 കുഞ്ഞുങ്ങൾ. ചേച്ചിയും പറയാത്, കാരണം നമ്മുടെ മക്കളെ നമ്മൾ കൈവെള്ളയിൽ വലിച്ചു വളർത്തിയാൽ പോലും അതുപോലെ ഇരിക്കത്തില്ല. നല്ല മിടുക്കലായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ. അവർക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം രമണിയാണ് എന്നെ വീട്ടിൽ കൊണ്ടുപോയത്. ഓണത്തിൻ്റെ തലേദിവസം വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് ചോറ് അവിച്ച് വെച്ചിട്ട് അങ്ങനെ തന്നെ പറയണം. ഒരു കൂട്ടാനൊന്നും ഇല്ലാത്ത അവർക്ക് ന്യൂലാൻഡിലേക്ക് ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുത്തു, അവർക്ക് വസ്ത്രങ്ങൾ കൊടുത്തു, 1 മാസത്തേക്കുള്ള പറയാം. ഇതൊന്നും കൊടുത്തിട്ട് പറയുന്നില്ല, പക്ഷേ ഇത് പറയണം. ഇതൊരു പരസ്യത്തിന് വേണ്ടിയോ എനിക്കെന്തെങ്കിലും ആവാൻ വേണ്ടിയോ അല്ല. പക്ഷേ ഇങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട് കേട്ടോ, സഹായിക്കാതിരിക്കുന്നതല്ല. രമണി ഒരു പാല് മേടിച്ചാൽ 3 ദിവസത്തേക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അത് ഈ ക്യാൻസർ രോഗിയായ അമ്മൂമ്മയുടെ ആരോഗ്യത്തിൽ അത് പോരാ എന്ന് കണ്ടിട്ട് ഒരു പാലും മുട്ട അവർക്ക് വേണ്ടുന്ന 1500 രൂപ സാധനങ്ങൾ ഞാനിവിടെ സന്തോഷത്തിന് എൻ്റെ സുഹൃത്താണ് ഇത് പറഞ്ഞപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. എല്ലാ മാസവും ആദ്യം 1500 രൂപ. അങ്ങനെയാണ്ട് 103 കുടുംബങ്ങൾക്ക് 5000 രൂപ പലരും എത്തുന്നുണ്ട്. നാനാസോഫ്റ്റ് എമിച്ചാലാണ് ആദ്യമായിട്ട് 5000 രൂപ ഇപ്പോഴും അത് കൊടുക്കുന്നു. 5000ത്തേക്കാൾ കൂടുതൽ സഹായിക്കുന്നു. അത്തരത്തിലുള്ള കരുതൽ കൂട്ടോടൊപ്പം ശരിക്കും വലിയ ദൈവകൃപയിലാണ്. ഞാൻ പള്ളി കളിയാക്കും, അവരെന്തോ പബ്ലിസിറ്റിക്ക് വേണ്ടിയാന്ന് പറയും. ഇത് കാണുമ്പോഴും നിങ്ങൾ പറയും, ചിലരെങ്കിലും പറയും. പക്ഷെ അതിനൊന്നും വകവെക്കാതെ അങ്ങനെയുള്ള നാണക്കേടുണ്ടാക്കുന്ന കമൻറ്റുകളും തമാശകളും ഒക്കെ വന്നാൽ പോലും അതൊന്നും എൻ്റെ ഹൃദയത്തോട് കയറാറില്ല. അത് വലിയ ദൈവകൃപയാണ്. തീർച്ചയായിട്ടും ഇനിയും ആരോഗ്യമുള്ള കാലത്തോളം കരുതൽ കൂട്ടായ്മയുടെ പേരിൽ ഒത്തിരി ഈ ന്യൂലാൻഡ് ബേക്കറി രജി വീണ്ടും പറഞ്ഞു, എല്ലാ ഞായറാഴ്ചയും കുടുംബത്തിന് ആവശ്യമുള്ള 4-5 ബിരിയാണി, അതിൻ്റെ അടുത്തൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ എന്ത് പറഞ്ഞാലും സഹായിക്കുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഇതുമായി ബന്ധപ്പെട്ട് ധനസഹായ സമാഹരണത്തിൽ സുമനസ്സുകൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സി ഡി ന്യൂസ്, ഹരിപ്പാട്.